വിജയകുമാർ, ഇതാ വിധി വരാൻ പോകുന്നു. വളരെ പ്രധാനപ്പെട്ട സമയമാണ്. കോടതി പരിസരത്ത് നിന്ന് വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വിപിൻ, കോടതിയിൽ ഇപ്പോൾ എല്ലാ പ്രതികളെയും കോടതിയിൽ എത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിധി പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമല്ലോ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് കോടതി നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നൽകാൻ പോകുന്നത് എന്നതിൽ ആകാംക്ഷ നിറഞ്ഞ സമയമാണിത്. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ്, 5-ാം പ്രതി സലീം എച്ച് എന്ന വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ്. ഇവർക്ക് എന്ത് ശിക്ഷയാണ് കോടതി നൽകാൻ പോകുന്നത്? പരമാവധി ശിക്ഷ 6 പേർക്കും നൽകുമോ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ? അതോ കോടതി ഇക്കാര്യത്തിൽ 1-ാം പ്രതിയിൽ നിന്ന് തുടങ്ങിയ ഗൂഢാലോചന കൃത്യനിർവഹണം നടത്തിയത് 1-ാം പ്രതി പൾസർ സുനി എന്നതിൽ പൾസർ സുനിക്ക് കടുത്ത ശിക്ഷയും മറ്റുള്ളവർക്ക് ശിക്ഷയിൽ ഇളവും നൽകാനുള്ള സാഹചര്യമുണ്ടോ? ഇതൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. വിപിൻ സി വിജയനുണ്ട് നമ്മളോടൊപ്പം. വിപിൻ, പുതിയ വിവരങ്ങൾ പറയൂ. ഉടൻ തന്നെ വിധി പുറത്തു വരും. ഇപ്പോൾ ഈ പ്രതികളെ എല്ലാം തന്നെ കോടതിയിൽ വീണ്ടും എത്തിച്ചിരിക്കുന്നു. ഇനി ജഡ്ജി വരാനുള്ള ഒരു കാലതാമസം മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് വിധിയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ഇതിലിപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഇതിൽ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ്. അതിൽ കൂട്ടബലാത്സംഗമാണ് പ്രധാനമായും ഈ തെളിഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്നത്. 20 വർഷം വരെയുള്ള ശിക്ഷ അതിന് ലഭിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിരിക്കുന്നു. അതിൽ കോടതി ചോദിച്ചതുപോലെ തന്നെ ഇവരുടെയൊക്കെ പങ്കാളിത്തത്തിനനുസരിച്ചുള്ള ശിക്ഷയല്ലേ നൽകേണ്ടത് എന്നുള്ളത് ഈ ശിക്ഷാവിധി വാദത്തിനിടയിൽ തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഒരുപോലെയുള്ള ശിക്ഷയോ അല്ലെങ്കിൽ 1-ാം പ്രതി പൾസർ സോനി ഒരു പ്രധാന കുറ്റവാളി എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ശിക്ഷയുമാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ പ്രോസിക്യൂഷൻ വാദിച്ചതുപോലെ 1-ാമത്തെ പ്രതി ഈ ഒരു കൃത്യത്തിന് ഒരു പ്ലാൻ, ഒരു ഗൂഢാലോചന നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മറ്റു പ്രതികളൊന്നും തന്നെ ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ചെയിനാണ്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികളെയും ഒരുപോലെ തന്നെ കാണണം, അവരുടെ ശിക്ഷ ഒരുപോലെ തന്നെ കാണണം. 6 പേർക്കും ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ പലരും ഈ പ്രതികളിലുള്ളവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. മാർട്ടിൻ ഉൾപ്പെടെയുള്ളവർ ഇതിനു മുൻപ് ഒരു കേസിലും പെട്ടിട്ടില്ല, അറിയാതെ ഇതിൽ പെട്ടുപോയതാണ് തുടങ്ങിയിട്ടുള്ള അവരുടെ വാദങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ താഴ്ന്നു കേഴുന്നു തന്നെ കോടതിയിൽ പറയുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കോടതി ലെറ്റ് മി സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3:30 കഴിഞ്ഞിരിക്കുന്നു. ജഡ്ജി വന്നാൽ ഉടൻ തന്നെ ആ വിധിയുടെ കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പോൾ ലെറ്റ് മി സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ വിധി എന്നുള്ളതാണ് കേരളം, ഇന്ത്യ ഒക്കെ തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്ന നടിയെ ആക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട വിധി പുറത്തു വരാൻ പോവുകയാണ്. അതിന്റെ എല്ലാ വാദങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഈ 6 പേർക്കും ഒരുപോലെയുള്ള ശിക്ഷയാണോ? അതല്ല. ഇതിലിപ്പോൾ പ്രധാനമായും തെളിഞ്ഞിരിക്കുന്നത് കൂട്ടബലാത്സംഗം, ഗൂഢാലോചന, അന്യായമായ തടങ്കൽ വയ്ക്കൽ, അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള രീതിയിൽ ഈ വീഡിയോ എടുത്ത് അത് ചിത്രീകരിക്കൽ തുടങ്ങിയിട്ടുള്ള 10 വകുപ്പുകളാണ് ഉള്ളത്. ഈ 10 വകുപ്പുകൾക്കും പ്രത്യേകമായിട്ടുള്ളതിനുള്ള ശിക്ഷയുണ്ടാവും. അത് ഒരുമിച്ച് അനുഭവിക്കുമ്പോൾ എത്ര കാലത്തേക്കുള്ള ശിക്ഷ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു ജീവപര്യന്തത്തിന് അപ്പുറം പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു 14 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിന് ഒക്കെ അടുത്ത് ഈ ഒരു ശിക്ഷ പോകാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കാരണം ഈ എല്ലാ പ്രതികളുടെയും കൂട്ടബലാത്സംഗവും അതുപോലെ തന്നെ ഗൂഢാലോചനയും തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു കോടതി ഈ വിധി പറഞ്ഞതിന് ശേഷം, അതായത് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്പോൾ 6 മുതൽ 10 വരെയുള്ള ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് സംശയത്തിനിടയില്ലാത്ത രീതിയിൽ ഈ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല എന്നുള്ളതും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു മുൻപ് ഈ 6 പ്രതികൾക്ക് ഇത്രയും ഒരു കൊടും ക്രൂരകൃത്യം ചെയ്ത ഈ 6 പേർക്ക് എന്ത് ശിക്ഷ എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ പുറത്തുവരും. ജഡ്ജി വരാനുള്ള ഒരു താമസമാണ് ഇപ്പോഴുള്ളത്. 6 പേരെയും വീണ്ടും കോടതി മുറിക്കുള്ളിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരം. ഈ കോടതി പരിസരത്തും ഇവിടെ മാധ്യമങ്ങൾ, പോലീസുകാർ അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് രാവിലെ മുതൽ തന്നെ ഈ കോടതി പരിസരമുള്ളത്, വിചാരണ കോടതി പരിസരമുള്ളത്. അപ്പോൾ ഇതിനുശേഷം പ്രോസിക്യൂഷന്റെ പ്രതികരണം, മറ്റ് തുടർ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ആദ്യത്തെ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഉടൻ തന്നെ അതിന് അപ്പീലിന് പോകും. ആ വെറുതെ വിട്ടവരുടെ കാര്യത്തിൽ അപ്പീൽ പോകും എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പി രാജീവ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഇതിന് ശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി ഈ ഒരു വിധിയിൽ പറഞ്ഞിട്ടുണ്ടാവുക? എത്ര വലിയ ശിക്ഷയാണ് ഇവർക്കായി കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. ജികെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.